കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി. ഇളമക്കര ഭവൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സൈക്കിളിൽ വീട്ടിലേക്ക് പോയ കുട്ടിയെ പിന്നാലെ വന്ന കാർ ഇടിച്ചിടുകയായിരുന്നു. പിന്നീട് ബിനിൽ, കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, ഏത് ആശുപത്രിയിലാണ്? ആ ദൃശ്യങ്ങൾ. രതീഷെ, നമ്മളിപ്പോൾ കാണുന്നത് ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാണ്. ഈ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആന്തരിക രക്തസ്രാവം അടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കുട്ടിയെ അലട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ആ അപകടം നടന്നത് 15-ാം തീയതി വൈകിട്ടാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് സൈക്കിളിൽ പോകുമ്പോഴാണ് ആ കുട്ടിയുടെ പുറകിൽ വന്ന് ആ കാർ ഇടിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഇടിച്ച കാറ് നിർത്താതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടിച്ചതറിഞ്ഞ് ഏതാണ്ട് ഒരു 50 മീറ്റർ മാറി ആ കാറ് ഒതുക്കുന്നത് നമുക്ക് കാണാം. റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് അവിടെ നിന്ന് ആ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ കാറിന്റെ ഉടമയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന CCTVയിൽ നിന്ന് അതിന്റെ നമ്പർ വ്യക്തമല്ല. അതുകൊണ്ട് ആ പ്രദേശത്തെ കൂടുതൽ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇളമക്കര പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടിച്ച കാറിന്റെ ഡ്രൈവറെ കണ്ടെത്തുക എന്നത്, അതിന്റെ ഉടമയെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു കിയ കാറാണ്. കുട്ടി ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ടോ? രതീഷ, അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ ആ കുട്ടിയെ എടുത്ത് മാറ്റി നിർത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് കാണാം. പക്ഷേ ആ കുട്ടിക്ക് ആന്തരിക രക്തസ്രാവം അടക്കം ഉണ്ടായി എന്നതാണ് പിന്നീട് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അതിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വാഹനം ഓടിച്ചയാൾ ആ വാഹനം നിർത്തുകയും ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു കടമ, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിർവഹിക്കാതെ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ്. സ്കൂളിന് മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. സമീപത്ത് മറ്റ് വാനിലേക്കൊക്കെ കുട്ടികളെ കയറ്റുന്നതൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ആ ഭവൻസ് വിദ്യാമന്ദിറിലാണെങ്കിൽ ആ ഇളമക്കര ഭാഗത്ത് ഒരുപാട് കുട്ടികൾ ഈ സൈക്കിളിലൊക്കെ വന്നു പോകുന്ന ആ സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്.